എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇനി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കായിരിക്കും ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം സമയങ്ങളൊക്കെ മാറ്റിയത് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലെ. അപ്പം ആ, ഇന്ന് മുതൽ ഒരു 3 മണിക്കുള്ളിൽ തന്നെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഗോവിന്ദ് ഗീതുവിന്റെ നാവിൽ നിന്ന് തന്നെ ആ സത്യങ്ങളൊക്കെ അറിയുകയാണ്. കാരണം ഗീതു ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് രഞ്ജുവിന്റെ ജന്മരഹസ്യമാണ്. എന്താന്ന് ഗീതുവിന് അറിയാം. പക്ഷെ ഗീതു അതിരട്ടും പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ അങ്ങനെ നേരിട്ട് ചോദിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗീതുവിനോട് 2-3 വട്ടം ചോദിച്ചു, എന്തെങ്കിലും നീ എന്നെ ഒന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ ഗീതുവിനത് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല, ഈ കുടുംബം തന്നെ തകർന്നു പോകും. പിന്നെ വിജയലക്ഷ്മി അമ്മയുടെ കാര്യം രഞ്ജുവിന്റെ കാര്യം എന്തായി തീരുമെന്ന് പോലും അറിയത്തില്ല. ഇത്രയും കാലം അമ്മ രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദന് അത് സഹിക്കില്ല. ഗോവിന്ദൻ രഞ്ജുവിനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അറക്കൽ കുടുംബത്തിലേക്ക് നാശത്തിലേക്കായിരിക്കും വഴിതെളിക്കുന്നത്. അതൊരു കാരണവശാലും പാടില്ലെന്ന് ഗീതുവിന് ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ഗീതു പറഞ്ഞു, എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എനിക്കിപ്പോൾ കണ്ണേട്ടനോട് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ നിന്ന് വിങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാവോ? പണ്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണതിന് മുമ്പ് അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇപ്പം നിന്റെ മുഖത്ത് ഞാൻ കാണുന്നതെന്ന് പറയണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് വല്ലാത്ത സങ്കടമായി. ഗീതു പെട്ടെന്ന് ഗോവിന്ദന്റെ അരിയിലേക്ക് ഒന്നുകൂടെ നീങ്ങി നിൽക്കുക. ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചു. കാരണം ഗീതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗോവിന്ദന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു വലിയ വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് മാത്രം അറിയത്തില്ല. പിന്നീട് ഗീതുവിനോട് പറഞ്ഞു, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് നിന്നെ ഓർത്തിട്ടാ വിഷമം. ഒരു വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാണെന്ന് ചിന്ത വേണം. ദേ, നമ്മുടെ കുഞ്ഞിന് ഒരു കാരണവശാലും ദോഷവും ഭവിക്കരുത്. നീ സങ്കടപ്പെട്ടുണ്ടെങ്കിൽ വയറ്റിൽ വരുന്ന നമ്മളെ ലച്ചുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നേരിടും. അതോർത്തിട്ട് നീ ഒരു കാര്യത്തിലും വിഷമിക്കണ്ട എന്നൊക്കെ പറയണം. ഗീത പറഞ്ഞു, കണ്ണേട്ടാ ഞാൻ വേണ്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല. നിനക്കറിയാലോ എൻ്റെ മനസ്സിൽ ഒന്നിനെക്കുറിച്ച് ഒരു രഹസ്യവും ഇല്ല. കാരണം ഞാനെല്ലാം നീയോട് ഷെയർ ചെയ്യുന്ന. പക്ഷെ നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്നോട് പറയാൻ പാടില്ലാത്തെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറയണ്ട. നിനക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിയുമ്പോൾ നീ അത് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. ഇത് കേട്ട ഗീതുവിന് ആടെ പടം വിഷമായി. കണ്ണേട് തന്നെ 2 തല്ലല്ലേലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയാണ്. കണ്ണേട്ടിന് മുന്നിൽ താൻ ഇത്രയും വലിയ വിശ്വാസവഞ്ചനയാണല്ലോ കാണിക്കുന്ന ഓർത്തിട്ട് ഈ ടെൻഷൻ താങ്കി എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുന്നു പോലും അറിയത്തില്ല. ഒരുപക്ഷെ അതിനു മുമ്പ് സത്യദാസ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനും കൂടി ഇതിനകത്ത് പ്രതിയാവും. താൻ ഈ വലിയ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്നൊരു ഇത് കണ്ണേടിന്റെ മനസ്സിലും തോന്നും. തന്റെ ജീവിതം വരെ തകരാനായിട്ട് കാരണമാവും. പക്ഷെ അതൊന്നും ഗീതു അപ്പം ചിന്തിച്ചില്ല. രഞ്ജുവിന് ജീവിതം സേഫ് ആക്കണം, അത് മാത്രമായിരുന്നു ചിന്തയുണ്ടായിരുന്നേ. രഞ്ജു ഗർഭിണിയല്ലോ. ഈ സമയത്ത് അങ്ങനെ ഇതൊക്കെ കണ്ണേടിന് അറിഞ്ഞ് ചോദ്യം പറിച്ചിലായിട്ടുണ്ടെങ്കിൽ വയറ്റ് കിടങ്ങ് കുഞ്ഞിനെ രഞ്ജുവിന് ജീവനെ വരെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്നും പറയുന്ന ബുദ്ധിയല്ലെന്ന് മനസ്സിലായി. പിന്നീട് ഗോവിന്ദ് ഗീതുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സത്യദാസ. അവളെ കാണണം, മാർഗഴിയെ കാണണം. മാർഗഴിയെ കൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ സാധിപ്പിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ താൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. അപ്പൊ മാർഗഴിയെ വെച്ചൊരു കളി കളിക്കണം. മാർഗഴിയും ഗീതു ഒരേപോലെ തന്നെ ഇരിക്കുന്നത്, ഇരട്ടകളെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഗോവിന്ദനാണ് സംശയം തോന്നത്തില്ല. അങ്ങനെയാണെങ്കിൽ പണമൊക്കെ തട്ടിയെടുക്കാനും പല പ്രവർത്തികളും ചെയ്യാനും മാർഗഴിക്ക് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി മാർഗഴിയാണെന്ന് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. അങ്ങനെ മാർഗഴിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി എവിടെയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടുകയാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞ ഉടനെ സത്യദാസ് നേരെ മാർഗഴിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി അവിടെയുള്ള കോളനിയിലുള്ള കുറച്ച് കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് ചെല്ലുന്നത്. സത്യദാസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി ചോദിച്ചു, ഓ നിങ്ങളോ എന്ന് ചോദിക്കുകയാണ്. കാരണം മുമ്പ് കണ്ടുപരിചയമുണ്ടല്ലോ, അവരുടെ സ്വർണം പണമൊക്കെ അടിച്ചു മാറ്റിയതാണല്ലോ. പെട്ടെന്ന് മാർഗഴിയെ പറഞ്ഞു. സത്യദാസ് പറഞ്ഞു, അന്ന് നീ പോയതാ ഞങ്ങളുടെ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട്. പിന്നെ ഇന്ന് നിന്നെ ഞങ്ങൾ തേടി കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയാണ്. സത്യദാസിന്റെ ഈ പറച്ചിലോട്ട് ചെയ്യുമ്പോഴത്തേനും മാർഗഴി ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അതെ, എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന് പറയാം. സഹായം? എന്ത് സഹായം? അതൊക്കെ ഉണ്ട്, നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ? നല്ല എമൗണ്ട് തരാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മാർഗഴി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ആരെ സഹായിക്കാനൊന്നും പോകാറില്ലെന്ന് പറയാണ്. ഞാൻ തൊഴിലും ചെയ്ത് ജീവിക്കുന്ന. ഇത് കേട്ടപ്പോൾ സത്യദാസ് പറഞ്ഞു, ഒരു ദിവസം നീ ഈ ജോലിക്ക് പോയി ഡാൻസ് ചെയ്യാൻ പോയി നിനക്ക് എത്ര രൂപ കിട്ടും? കൂടി പോയിട്ടുണ്ടെങ്കിൽ 10,000-2,000 രൂപ അല്ലെ 10,000-3,000 രൂപയ്ക്കല്ലേ കിട്ടത്തുള്ളൂ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ മാർഗഴി പറഞ്ഞു, അതൊക്കെ താങ്കളോട് എന്തിനാ ഞാൻ പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. എന്റെ പൈസയുടെ കണക്ക് താൻ അറിയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എത്ര കൂട്ടിയാൽ തനിക്ക് എന്താന്ന് ചോദിക്കണം. ഇത് കേട്ടതും സത്യദാസ് പറഞ്ഞു, നിനക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി പൈസ ഞാൻ തരാം.
കുറച്ച് ദിവസം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറയണം. ഹെൽപ്പ് ചെയ്യാനോ? എന്ത് ഹെൽപ്പ്? അത് ഒരാൾമാറാട്ടം നടത്തണം എന്ന് പറയണം. ആൾമാറാട്ടോ? അതെ, നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു പെണ്ണുണ്ട്, അവൾക്ക് പാരം നീ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കണമെന്ന് പറയണം. അഭിനയിച്ച് തകർക്കാനാ? അതെ, നിന്നെ കൊണ്ട് അതിന് സാധിക്കും. അവളായിട്ട് നീ അങ്ങോട്ട് തകർത്ത് വരെ അങ്ങോട്ട് അഭിനയിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റു. നീ പറഞ്ഞേക്കാൾ കൂടുതൽ എമൗണ്ട് നിനക്ക് തരും. നീ ഉദ്ദേശിച്ചേക്കാളും മനസ്സിൽ പോലും വിചാരിക്കാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള എമൗണ്ട് ആയിരിക്കും നിനക്ക് തരാൻ പോകുന്നതൊക്കെ പറയണം. അത് കേട്ടപ്പോൾ മാർഗരറ്റ് പറഞ്ഞു, ഉറപ്പാണല്ലോ അല്ലേ? അതൊക്കെ എന്ത് ഉറപ്പാന്ന് പറയണം. പിന്നെ നീ റെഡി ആയിട്ടിരുന്നോ? എപ്പോൾ വേണമല്ലോ എൻ്റെ കോള് പ്രതീക്ഷിക്കാം. അങ്ങനെ കോള് വിളിച്ചോണ്ടേ നീ റെഡി ആയിട്ട് വരണം എന്ന് പറയണം. പിന്നെ ഞാൻ പറയുന്ന പോലെയൊക്കെ നീ അനുസരിക്കണം, അറിയാലോ. പിന്നെ പുറത്ത് തൽക്കാലത്ത് ആരും അറിയാനും പാടില്ല. എന്തിനേറെ ഇവിടെ ആരോടും നീ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയരുതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മാർഗരറ്റ് ചെന്ന്, ഞാൻ നോക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ മാർഗഴി കാര്യം പറഞ്ഞാൽ കക്കുന്നോളം മോഷ്ടിക്കുന്നതൊക്കെയാണ്. പക്ഷെ നെറുകെട്ട കാര്യങ്ങളൊന്നും മാർഗഴി ഇന്നുവരെ ചെയ്തിട്ടില്ല. ഈ കക്കുവ മോഷ്ടിക്കുകയും ചെയ്യുന്നത് എന്തിനാന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ മനസാക്ഷിയെ ബോധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് പലതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ മാർഗഴി പറയണം. ഇത് കേട്ടപ്പോൾ സത്യാസ് പറഞ്ഞു, നീ എത്ര വേളം ചിന്തിച്ചോ, പക്ഷെ പറഞ്ഞല്ലോ നീ ഇപ്പം ചെയ്യുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൈസയാണ് നിനക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ നിനക്ക് ഇങ്ങനെ ഈ അറിഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളൊന്നും വരത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് സത്യദാസ് അങ്ങോട്ട് പോവാണ്. അപ്പം മാർഗഴി ആലോചിച്ചു, ഇയാളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും. പക്ഷെ ആൾമാറാട്ടമാണ്, എങ്ങാനും പിടിക്കപ്പെടുമോ? പിടിക്കപ്പെടാൻ പോകുന്നില്ല, തന്നെ പോലെ തന്നെയുള്ളതെന്നല്ല പറഞ്ഞേ. അപ്പം പിന്നെ എങ്ങനെയാ പിടിക്കപ്പെടുന്നേ? അതൊക്കെ ഓർത്തപ്പോൾ മാർഗഴിക്ക് ചെറിയ ടെൻഷനൊക്കെ ആയി. പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ജയിലിലേക്ക് പോയാൽ മതി. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു മാർഗഴിക്ക്. ആ സമയം സത്യദാസ് അനാർക്കലിയെ കാണാനായിട്ട് ചെല്ലുവാണ്. രാധികാമ്മയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനാർക്കലി സത്യദാസും രാധികാമ്മയും കൂടെ ഒരു കൂടിക്കാഴ്ച നടത്തുവാണ്. ആ സമയത്ത് അനാർക്കലിയോട് സത്യദാസ് പറഞ്ഞു, അധികം വൈകാതെ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ ഇറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയണം. എന്ത് പ്ലാനുകൾ? അതൊക്കെയുണ്ട്. മാർഗഴിയെ വെച്ചിട്ട് കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനാർക്കലി പറഞ്ഞു, നീ എന്താ ഭാസ്കര വെറുതെ തള്ളി മറിക്കുന്നതാണെന്ന് ചോദിക്കും. തള്ളി മറിക്കുന്നതല്ല, ഞാൻ അവളെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് അവള് വരുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദ്യം കുറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഭാസ്കരേട്ടെന്ന് ചോദിക്കാം. പിന്നെ എങ്ങനെ നടക്കായിരിക്കും? ഉറപ്പായിട്ട് നടക്കും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മാർഗഴി എന്നോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്കൊരു വലിയ തുക തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പണത്തിന്റെ മീതെ പരുന്നും പറക്കില്ല എന്ന് പറഞ്ഞ് പണം കിട്ടുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഇതല്ല ഇതിലപ്പുറത്തേയും ജോലി ചെയ്യാനായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയാണ്. സത്യദാസിന്റെ ഈ ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം രാധികാമ്മയ്ക്ക് ഒന്നും ഇപ്പം ശരിയായിരിക്കും. പിന്നീട് സത്യദാസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. ഈ പറയുന്ന ഗോവിന്ദന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളും അല്ലാതെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. ആ ഗീതുവിനെ തറ പറ്റിക്കാനായിട്ട് പറ്റും. ഗീതു ഇനി ഭൂമിയിൽ നിന്ന് പോയാൽ പോലും ഗോവിന്ദ് അറിയാനായിട്ട് പോകുന്നില്ല. തൻ്റെ കൂടെയുള്ള യഥാർത്ഥ ഭാര്യ എന്ന് വിചാരിച്ചോളും. അതുകൊണ്ട് ഇനിയിപ്പം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം എന്നൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞ് രാധികാമ്മയ്ക്കും അനാർക്കലിക്ക് സന്തോഷമായി. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കുവാണ്. ആ സമയം ഗീതു സുഹാസിനെ വിളിക്കണം. അപ്പം ഗീതുവിൻ്റെ ഫ്രണ്ടാണ് സുഹാസിനി. അപ്പം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു DNA ടെസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ. എങ്ങാനും കണ്ണേട്ടൻ ആരെങ്കിലും കൊണ്ടുവന്ന് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് പറയണമെന്നൊക്കെ. അങ്ങനെ സുഹാസിനെ വിളിക്കുകയാണ്. സുഹാസിനെ വിളിച്ചിട്ട് ഗീതുവിനെ കാണണമെന്ന് പറയണം. അങ്ങനെ ഗീതു കാണാൻ ചെന്നു. കാണാൻ ചെന്നിട്ട് ചോദിച്ചു, എന്താ സുഹാസിനി കാര്യം എന്താ? ആരെങ്കിലും ബ്ലഡ് സാമ്പിളിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചോ? DNA ടെസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചോന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയണം. പിന്നെയോ? അത് പിന്നെ ഈ പറയുന്ന ലാബിൽ നിന്ന് ബ്ലഡ് ഉണ്ടല്ലോ, വേറെ ലാബിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയണം. ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അതെ, രഞ്ജുവിൻ്റെ ബ്ലഡാണ് വേറെ ലാബിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പറയണേ. വേറെ ലാബിലേക്ക് കൊണ്ടുവരണം? അതെങ്ങനെ ശരിയാവും? എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് DNA ടെസ്റ്റ് നടത്താനായിട്ട് കൊണ്ടുപോയതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിലൊരു ഞെട്ടലുണ്ടായി. പിന്നീട് അവർ പറഞ്ഞു, വേറെ ലാബിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കില്ല. കാരണം ഏത് ലാബിലേക്കാണ് കൊണ്ടുപോയത് നമുക്കറിയില്ലല്ലോ. പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ തെളിയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പിടിച്ചേപ്പ് ഇല്ലാതായിട്ട് വരും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് ആകെ ടെൻഷനായി. ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഭയന്ന പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കാനല്ല രഞ്ജുവിൻ്റെ ബ്ലഡ് എടുത്തിരിക്കുന്നത്, DNA ടെസ്റ്റ് റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെയാണെങ്കിൽ സത്യദാസിൻ്റെ മകളല്ല രഞ്ജു എന്നുള്ള സത്യം അധികം വൈകാതെ തന്നെ ഈ പറയുന്ന എല്ലാവരും അറിയും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ തല പോകഞ്ഞ് ആലോചിച്ച് ഗീത നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ രഞ്ജുവിൻ്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാന്നുള്ള കാര്യം
ഗീത് മനസ്സിലാക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.